ട്രിനിറ്റി വോയിസ്. എന്നേശുവേ എൻ ജീവനേ, എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ. ശോകാന്തകാരങ്ങളിൽ എന്നേകാന്ത നേരങ്ങളിൽ, ശോകാന്തകാരങ്ങളിൽ എന്നേകാന്ത നേരങ്ങളിൽ, എൻ കാന്ത നീയുള്ളിലാശ്വാസമാ, വൈകാതൻ മുൻവന്നിടും. എൻ കാന്ത നീയുള്ളിലാശ്വാസമാ, വൈകാതൻ മുൻവന്നിടും. എന്നേശുവേ എൻ ജീവനേ, എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ. നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോവാം. ഉൽപ്പത്തി ഓർ ജനസിസ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം നമുക്ക് ചിന്തിക്കാം. ജനസിസ് ചാപ്റ്റർ 12:17. അബ്രാമിൻ്റെ ഭാര്യയായ സാറായി നിമിത്തം യഹോവ ഫറവോനെയും അവൻ്റെ കുടുംബത്തെയും അത്യന്തം ദണ്ഡിപ്പിച്ചു. ആൻഡ് ദ ലോർഡ് പ്ലേഗ് ഫറോക്ക് ആൻഡ് ഹിസ് ഹൗസ് വിത്ത് ഗ്രേറ്റ് പ്ലേഗ് ബിക്കോസ് ഓഫ് സാറായി, അബ്രാംസ് വൈഫ്. സെക്കൻഡ് സെഷൻ റിക്വയറിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക്. ബട്ട് ഫിയർ ഓഫ് ഗോഡ്, നോട്ട് ഫ്രണ്ട്ഷിപ്പ്, വാസ് മോർ കോമൺ ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ്. Jesus changed the situation when he paid for our sins on the cross. The veil in the temple that symbolized our separation from God was split from top to bottom, indicating that direct access to God was once again available. Unlike the Old Testament priests who had to spend hours preparing to meet Him, we can now approach God anytime. The Bible says, now we can rejoice in our wonderful new relationship with God, all because of what our Lord Jesus Christ has done for using making us friends of God. Friendship with God is possible only because of the grace of God and the sacrifice of Jesus. All this is done by God, who through Christ changed us from enemies into His friends. The old hymns says what a friend we have in Jesus, but actually God invites us to enjoy friendship and fellowship with all three persons of the Trinity, our Father, the Son and the Holy Spirit. Third session, Proverbs or സദൃശവാക്യങ്ങൾ. Proverbs 12 words 2 and 3. സദൃശവാക്യങ്ങൾ 12-ന്റെ 2-3 വാക്യങ്ങൾ. ഉത്തമൻ യഹോവയുടെ പ്രസാദം പ്രാപിക്കുന്നു, ദുരുപായിക്കോ അവൻ ശിക്ഷ വിധിക്കുന്നു. എ ഗുഡ് മാൻ obtaineth favor of the Lord, but a man of wicked devices will he condemn. ഒരു മനുഷ്യനും ദുഷ്ടത കൊണ്ട് സ്ഥിരപ്പെടുകയില്ല, നീതിമാന്മാരുടെ വേരോ ഇളകിപ്പോകുകയില്ല. A man shall not be established by wickedness, but the root of the righteous shall not be moved. Fourth session, Matthew or Matthias.
മാത്യു ചാപ്റ്റർ 5 വേർഡ്സ് 7 and 8. മത്തായി സുവിശേഷം 5-ാം അധ്യായം 7-8 വാക്യങ്ങൾ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ബ്ലെസ്ഡ് ആർ ദ മെർസിഫുൾ, for they shall obtain mercy. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ബ്ലെസ്ഡ് ആർ ദ പ്യുവർ ഇൻ ഹാർട്ട്, for they shall see God. ഇനി നമുക്ക് 5th സെഷനിലേക്ക് പോവാം. സുവാർത്ത പടരുന്നു. മരിച്ച പെൺകുട്ടി ഉയർത്തെഴുന്നേൽക്കുന്നു. മർക്കോസ് 5:21 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. യേശു ഗലീല തടാകത്തിന്റെ മറുകരയിൽ തിരിച്ചെത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവിടെ കാത്തു നിന്നിരുന്നു. സിനഗോഗിലെ പ്രമാണിയായിരുന്ന യായിറോസ് അപ്പോൾ അവിടെ എത്തി യേശുവിൻ്റെ പാദത്തിൽ വീണ് കരഞ്ഞു പറഞ്ഞു, എൻ്റെ കുഞ്ഞുമകൾ മരിക്കാൻ തുടങ്ങുന്നു. അങ്ങ് ദയവായി വന്ന് അവളെ ഒന്ന് തൊടയണമേ, എങ്കിൽ അവൾ സുഖം പ്രാപിച്ച് ജീവിക്കും. യേശു യായിറോസിനോടൊപ്പം പോയി. അവിടെയും ഒരാൾക്കൂട്ടമുണ്ടായിരുന്നു. ജനം തിരക്കിക്കൊണ്ടിരുന്നു. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. പല വൈദ്യന്മാരുടെ അടുക്കൽ ചികിത്സിച്ച് കയ്യിലെ പണമെല്ലാം തീർന്നു. എന്നിട്ടും സുഖപ്പെടുന്നതിന് പകരം അവളുടെ സ്ഥിതി വഷളായതേ ഉള്ളൂ. യേശുവിനെ പറ്റി കേട്ടറിഞ്ഞ് ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവൻ്റെ പിന്നിലെത്തി. അവൻ്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് തൊടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് സുഖമാകുമായിരുന്നു, അവൾ പറഞ്ഞു. അങ്ങനെ അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രത്തിൽ തൊടുകയും രക്തസ്രാവം തൽക്ഷണം മാറുകയും ചെയ്തു. രോഗം മാറി എന്നവൾ ശരീരത്തിൽ അനുഭവിച്ചറിഞ്ഞു. ഉടനെ തൻ്റെ ശക്തിയാൽ ആരോ സൗഖ്യം നേടിയെന്ന് യേശുവിന് മനസ്സിലായി. അവൻ തിരിഞ്ഞ് ജനക്കൂട്ടത്തോട് ചോദിച്ചു, എൻ്റെ വസ്ത്രത്തിൽ തൊട്ടതാര്? ജനങ്ങൾ നിനക്ക് ചുറ്റും തിക്കിത്തിരക്കുകയല്ലേ, എന്നിട്ടും എന്നെ തൊട്ടതാര് എന്ന് ചോദിക്കുന്നത് എന്ത് എന്ന് ശിഷ്യന്മാർ അവനോട് ചോദിച്ചു. എന്നാൽ ആരാണത് ചെയ്തതെന്നറിയാൻ യേശു ചുറ്റും നോക്കി. സൗഖ്യം പ്രാപിച്ച സ്ത്രീ വിറച്ചും കൊണ്ട് യേശുവിൻ്റെ മുൻപിൽ വന്നു. അവൾ അവൻ്റെ കാൽക്കൽ വീണ് സംഭവിച്ചതെല്ലാം അവനോട് പറഞ്ഞു. യേശു അവളെ ആശ്വസിപ്പിച്ചു. മകളെ, നീ എന്നിൽ വിശ്വസിച്ചത് കൊണ്ടാണ് സുഖം പ്രാപിച്ചത്. സമാധാനത്തോടെ പോകൂ, രോഗം മാറി സുഖമായിരിക്കും. യേശു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യായിറോസിന്റെ വീട്ടിൽ നിന്ന് ചിലർ വന്ന് അയാളോട് പറഞ്ഞു, നിന്റെ മകൾ മരിച്ചുപോയി, യജമാനെ എന്തിനി ബുദ്ധിമുട്ടിപ്പിക്കണം? യേശു അവർ പറഞ്ഞത് ഗൗനിക്കാതെ യായിറോസിനോട് പറഞ്ഞു, വിഷമിക്കേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. തന്നോടുകൂടെ പോരുവാൻ യേശു പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും ആവശ്യപ്പെട്ടു. അവർ യായിറോസിന്റെ വീട്ടിലെത്തിയപ്പോൾ ജനം ഉച്ചത്തിൽ കരയുകയായിരുന്നു. യേശു അകത്ത് കടന്ന് അവരോട് ചോദിച്ചു, എന്തിനീ കരച്ചിലും ബഹളവുമെല്ലാം? കുട്ടി മരിച്ചിട്ടില്ലല്ലോ, ഉറങ്ങുന്നുവെന്നല്ലേ ഉള്ളൂ. അവർ അവനെ പരിഹസിച്ചു. പക്ഷെ അവരെ എല്ലാം പുറത്താക്കി. കുട്ടിയുടെ മാതാപിതാക്കളെയും തൻ്റെ 3 ശിഷ്യന്മാരെയും കൂട്ടി കുട്ടിയെ കിടത്തിയിരുന്ന സ്ഥലത്ത് പ്രവേശിച്ചു. അവൻ അവളുടെ കൈക്ക് പിടിച്ച് പറഞ്ഞു, തലീതാ കൂമി, ബാലികയെ എഴുന്നേൽക്ക എന്നാണ് അതിൻ്റെ അർത്ഥം. ആ പെൺകുട്ടി ഉടനെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അവൾക്ക് 12 വയസ്സുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുവാൻ യേശു അവരോട് ആവശ്യപ്പെട്ടു. ഈ കാര്യം ആരോടും പറയരുതെന്നും യേശു പറഞ്ഞു. ഉള്ളടക്കം നോക്കാം. ആഴ്ചത്രയും ഭാഗത്തിൻ്റെ ഉള്ളടക്കം ഉണ്ട്. അബ്രാമിൻ്റെ ഭാര്യയായ ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തി അല്ലെങ്കിൽ ജനസിസ്. അബ്രാമിൻ്റെ ഭാര്യയെ സാറായി നിമിത്തം യഹോവ ഫറവോനെയും അവൻ്റെ കുടുംബത്തെയും അത്യന്തം ദണ്ഡിപ്പിച്ചു എന്നിവിടെ കാണുവാൻ നമുക്ക് സാധിക്കുന്നു. And the Lord plagued Pharaoh and his house with great plagues because of Sarai, Abraham's wife. Second session, requirements in the book the purpose driven life in Ninna. Unlike the Old Testament priest who had to spend hours preparing to meet him
we can now approach God anytime. Third session, Proverbs or സദൃശവാക്യങ്ങൾ. ഉത്തമൻ യഹോവയുടെ പ്രസാദം പ്രാപിക്കുന്നു, ദുരുപായിക്കോ അവൻ ശിക്ഷ വിധിക്കുന്നു. A good man obtaineth favor of the Lord, but a man of wicked devices will be condemned. ഒരു മനുഷ്യനും ദുഷ്ടത കൊണ്ട് ഒരിക്കലും സ്ഥിരപ്പെടുകയില്ല എന്നിവിടെ കാണുന്നു. എന്നാൽ നീതിമാന്മാരുടെ വേരോ ഇളകിപ്പോകില്ല. A man shall not be established by wickedness, but the root of the righteous shall not be moved. Fourth session, Matthew or Mattai. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കുമെന്ന് ഇവിടെ കാണുന്നു. Blessed are the merciful, for they shall obtain mercy. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. Blessed are the pure in heart, for they shall see God. ഇവിടെ എല്ലാ സെഷനും കഴിഞ്ഞിരിക്കുകയാണ്. God bless you abundantly.